ഫ്രം ദി വേൾഡ് ഓഫ് ജോൺ വിക്ക് ബലറീന. ജോൺ വിക്ക് യൂണിവേഴ്സിലെ ബലറീന എന്ന് പറയുന്ന ക്യാരക്ടറല്ല, ഈവ് മെക്കാരോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു സ്പിൻ ഓഫ് സിനിമയാണ് ബലറീന എന്ന് പറയുന്ന ഈ സിനിമ. ബലറീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസർ എന്നുള്ളൊരു മീനിങ് എങ്ങാണ്ടാണ് വരുന്നത്. ആക്ച്വലി എനിക്കതിൻ്റെ പെർഫെക്റ്റ് മീനിങ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ജോൺ വിക്ക് സീരീസിൽ വരുന്ന, ജോൺ വിക്ക് യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമയാണ് ബലറീന എന്ന് പറയുന്നത്. സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥൻ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ബലറീന എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2023 ഇറങ്ങിയ വേറെ ഏതൊരു ബലറീന കാണാൻ സാധിക്കും. എന്നാൽ അതല്ല, 2025 ഇറങ്ങിയ ഫ്രം ദി വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടിയിട്ടുള്ള ബലറീനയാണ്. ജോൺ വിക്ക് 1, 2, 3, 4 ഭാഗങ്ങളിൽ രണ്ടാമത്തെ സിനിമയിലാണ് ഈ ഈവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ടീസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ പോയിന്റുകളൊക്കെ ഇവിടെ കാണിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സോ ജോൺ വിക്കിൻ്റെ ഒരു പ്രസൻസും കെനറി റീവ്സിൻ്റെ ഒരു പ്രസൻസും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. 1-2 സ്ഥലങ്ങളിലൊക്കെ പുള്ളി വന്നു പോകുന്നുണ്ട്. ജോൺ വിക്ക് സിനിമകൾ മുഴുവൻ കണ്ടാൽ മാത്രമേ ബലറീന കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ വിക്കിൻ്റെ സെക്കൻഡ് പാർട്ടെങ്കിലും കണ്ടാലേ ബലറീനയിൽ ഇങ്ങനൊരു ക്യാരക്ടർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് മനസ്സിലാവും. കാരണം ഈ ജോൺ വിക്കിൻ്റെ ഒരു പ്രസൻസ് എന്താണ്, പുള്ളിയുടെ പവർ എന്താണ്, പുള്ളിയുടെ ഒരു റേഞ്ച് എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജോൺ വിക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ സിനിമയിൽ പുള്ളി വരുമ്പോഴേക്കും പുള്ളി ആരാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ചിന്തയിലേക്ക് ഇരിക്കും. സോ ജോൺ വിക്ക് സീരീസ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ജോൺ വിക്ക് സീരീസ് കാണുക, അതിനുശേഷം ഈ സിനിമ കാണാൻ പോവുക. എന്തായാലും സിനിമ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആന ഡി ആംസിൻ്റെ ഒരു ഫാൻ എന്നൊന്നും പറയുന്നില്ല, എന്നാലും ഇഷ്ടമാണ്, നല്ല രസമാണ്. പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണാനും നല്ല രസമുള്ളൊരു ആക്ട്രസ്സാണ്. സോ ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരത്തിയുടെ ഫാൻ ഫോളോയിങ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് പുള്ളിക്കാരത്തി ഇത്തരത്തിലൊരു പവർ പാക്ഡ് ആക്ഷൻ സിനിമ വരുന്നത്. ഒരുപാട് ബ്ലഡ് നിറഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും ആക്ഷൻ രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ 18 വയസ്സിന് താഴോട്ടുള്ള ആൾക്കാർക്കൊന്നും ഈ സിനിമ കാണാൻ സാധിക്കില്ല. ടിക്കറ്റ് എടുത്ത സമയത്ത് തന്നെ നമ്മളോട് ചോദിച്ചു 18 വയസ്സിന് മുകളിലോട്ടുള്ള താഴോട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയും 18 വയസ്സ് കഴിഞ്ഞിട്ട് കുറേ നാളായിട്ട് പ്രായപൂർത്തി 2-3 തവണ ആയ ആൾക്കാർ മാത്രമേ നമ്മുടെ കൂട്ടത്തിലുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടിക്കറ്റ് തന്നെ എടുത്തത്. സോ ഒരാൾ ചിരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഗംഭീരമായിട്ട് വർക്കൗട്ടായ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ അല്ലെങ്കിൽ ജോൺ വിക്ക് സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് ഇതിനൊരു ടേസ്റ്റ് പിടികിട്ടും. പക്ഷേ പക്ക ജോൺ വിക്ക് സിനിമകളുടെ ഉണ്ടായിരുന്ന ഒരു പവർ ഈ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഡയറക്ടർ വേറെയാണ്. സോ അതിൻ്റെ ഒരു സംഭവം കിട്ടില്ല. ബട്ട് നമുക്ക് ഏതാണ്ട് ആ ഒരു ജോൺ വിക്കിന് ഓർമ്മ വരുത്തുന്ന രീതിയിലുള്ള ആക്ഷൻസും അതുപോലെ തന്നെ ഒരു മൂവ്മെൻറ്റ്സും ഒരു ഗൺ യൂസിങ്ങിൻ്റെ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. ആ ഒരു യൂണിവേഴ്സിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഈ ജോൺ വിക്ക് സിനിമകളിൽ കണ്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കൗതുകം നമ്മുടെ മനസ്സിലേക്ക് വരും. കോണ്ടിനെൻ്റൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴാട്ടെ, ഒരു ഗൺ എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് ചെല്ലുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഓർമ്മകൾ എന്ന് പറയുന്ന സാധനം നമുക്ക് വീണ്ടും വരും. സോ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന, ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്തൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു ഫീല് നൽകിയ ഒരു സിനിമ തന്നെയാണ് ബലറീന എന്ന് പറയുന്ന സിനിമ. ഒരു ഗ്രനൈഡിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ആ സാധനം. സൂപ്പറായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു. കുറേ ഐറ്റംസ് ഷേടാ എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ശരിക്കും നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷേ അത് ചെയ്ത് വെക്കുമ്പോഴേക്കും നമ്മൾ ഇത് എങ്ങനെടേ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കിയുള്ളവർക്ക് എന്താണ് അഭിപ്രായം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ബലറീന എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറയുക. നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.